സജ്ജാദ് ഗുൽ ആ പേരിന് പിന്നാലെയാണ് ഇപ്പോൾ കേരള പോലീസും ഉള്ളത്. നേരത്തെ ദേശീയ അന്വേഷണ ഏജൻസി ഉൾപ്പെടെ ഇയാളെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ അത് ഷെയ്ഖ് സജ്ജാദ് ഗുൽ ആണ് എന്നത് അന്വേഷണത്തിൽ വ്യക്തമായി. ദേശീയ അന്വേഷണ ഏജൻസി വൃത്തങ്ങളെയും സൈനിക വൃത്തങ്ങളെയും ഒക്കെ ഉദ്ധരിച്ചുകൊണ്ട് ഇതിന്റെ തുടർച്ചയായുള്ള ചില വിവരങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു വാർത്താ ഏജൻസി പുറത്തുവിട്ടിരുന്നു. അതിന് പിന്നാലെ ആ വിവരങ്ങളിൽ കൂടുതൽ അന്വേഷണത്തിന് ഒരുങ്ങുകയാണ് ഇപ്പോൾ സംസ്ഥാന പോലീസും. ശ്രീനഗറിൽ പഠനം, പിന്നീട് ബംഗളൂരുവിൽ പഠനം, അതിനുശേഷം കേരളത്തിൽ പഠനം. അത് 2002 ഒരു RDX കൈവശം വെച്ച കേസിൽ കസ്റ്റഡിയിൽ ആകുന്നതിന് തൊട്ട് മുൻപാണ് എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ദേശീയ അന്വേഷണ ഏജൻസിയും കേരള പോലീസും ഒക്കെ കേരളവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി ശേഖരിക്കുന്നത്. സജ്ജാദ് ഗുൽ കേരളത്തിലെത്തി ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിച്ചിട്ടുണ്ടെന്നാണ് ദേശീയ അന്വേഷണ ഏജൻസി കണ്ടെത്തിയിട്ടുള്ളത്. ഗുലിനെ കുറിച്ച് കേരള പോലീസും അന്വേഷണം ആരംഭിക്കുകയാണ്. ലാബ് ടെക്നീഷ്യൻ കോഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ കേന്ദ്രീകരിച്ചാണ് കേരള പോലീസിന്റെ പ്രാഥമികമായ അന്വേഷണം. ഗുൽ ഏത് കാലഘട്ടത്തിലാണ് കേരളത്തിലേക്ക് എത്തിയത്, എവിടെയാണ് പഠിച്ചത്, എവിടെയാണ് താമസിച്ചത്, കേരളത്തിൽ നിന്നുള്ള ആരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ, ആ വിവരങ്ങളൊക്കെ ശേഖരിക്കാനാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. ദേശീയ അന്വേഷണ ഏജൻസിയുടെ പരിധിയിലാണ് കാര്യങ്ങളുള്ളതെങ്കിലും അവരെ സഹായിക്കാൻ വേണ്ടി ഇന്റലിജൻസ് വിവരങ്ങൾ ശേഖരിക്കാൻ കേരള പോലീസും ഇപ്പോൾ കൂടെയുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ഡൽഹിയിൽ നിന്ന് പി ബസന്തും തിരുവനന്തപുരത്ത് നിന്ന് ആർ അനന്തകൃഷ്ണനും വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബസന്ത്, ഗുൽ കേരളത്തിലെത്തിയത് സ്ഥിരീകരിക്കുന്നുണ്ട് ദേശീയ അന്വേഷണ ഏജൻസി. ഇനി എപ്പോൾ എത്തി, എന്തിനെത്തി, ഇവിടെ എവിടെയാണ് താമസിച്ചത്, ആ വിവരങ്ങളൊക്കെ അറിയേണ്ടതുണ്ട്. NIA ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നിന്നുള്ള വിവരങ്ങൾ എങ്ങനെയാണ് ശേഖരിക്കുന്നത്? ആര്യ, കഴിഞ്ഞ ദിവസം ആണ് NIA ഇക്കാര്യം വ്യക്തമാക്കിയത്. അതായത് സജ്ജാദ് ഗുൽ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ ആസൂത്രണം നടത്തിയ സജ്ജാദ് ഗുൽ കേരളത്തിൽ പഠിച്ചിരുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ളത്. അതായത് ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിക്കാൻ അദ്ദേഹം കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സജ്ജാദ് ഗുൽ. അപ്പോൾ എങ്ങനെയാണ് കേരളത്തിലെത്തിയത്, ഏത് സ്ഥാപനത്തിലാണ് ഈ ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിച്ചത്, അതോടൊപ്പം തന്നെ എവിടെയാണ് താമസിച്ചത്, ആരൊക്കെയാണ് സജ്ജാദ് ഗുലിന് അവിടെ പിന്തുണ നൽകിയത് അല്ലെങ്കിൽ പ്രാദേശികമായ സഹായം ചെയ്തു കൊടുത്തത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ അന്വേഷണത്തിന്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളാണ്. MBA ബിരുദധാരിയായ സജ്ജാദ് ഗുൽ കേരളത്തിലെ ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിച്ച ശേഷം ശ്രീനഗറിൽ അല്ലെങ്കിൽ കശ്മീരിൽ മടങ്ങിയെത്തി അവിടെ ഒരു ലാബ് നടത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. സ്ഫോടക വസ്തുക്കളുമായി ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെല്ല് സജ്ജാദ് ഗുലിനെ അറസ്റ്റ് ചെയ്തിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് കുറേ കാലം മാറി നിന്നു. പിന്നീട് 2017 ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്നുള്ള പേരിലുള്ള ഭീകര സംഘടന രൂപീകരിക്കുന്നത്. അവരാണ് അല്ലെങ്കിൽ ആ TRF ആണ് ഇപ്പോൾ പഹൽഗാമിന് കൂട്ടക്കൊല അല്ലെങ്കിൽ ആ ഭീകരാക്രമണം നടത്തിയത് എന്നുള്ള ഒരു കണ്ടെത്തലാണ് ഇപ്പോഴുള്ളത്. ആദ്യം TRF ഇത് സ്വയം ഏറ്റെടുത്തെങ്കിലും പിന്നീട് നിലപാട് മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഏതായാലും TRF അത് ഏറ്റെടുത്ത ഒരു സാഹചര്യത്തിലാണ് ഇത് ലഷ്കറിന് ഇതിനുമായി ബന്ധമുണ്ട് എന്നുള്ളതും അതോടൊപ്പം തന്നെ സജ്ജാദ് ഗുൽ ലഷ്കറിന്റെ ഒരു പ്രധാനി ആണ് എന്നുള്ള വിവരവും NIAക്ക് കിട്ടുന്നത്. ആ അന്വേഷണത്തിലാണ് കേരളവുമായിട്ടുള്ള ബന്ധം ഇപ്പോൾ വരുന്നത്. അതായത് അനന്തകൃഷ്ണൻ കൂടി തിരുവനന്തപുരം നേരുന്നുണ്ട്. അനന്തൻ, കേരള പോലീസിന്റെ പക്കൽ എന്തെല്ലാം വിവരങ്ങളുണ്ട്? ഇപ്പോൾ സെൻട്രൽ IB കേരളത്തിൽ കാര്യക്ഷമമായി കഴിഞ്ഞ ദീർഘകാലമായി പ്രവർത്തിക്കുന്നുണ്ട്. കേരള പോലീസിന്റെ രഹസ്യാന്വേഷണ വിഭാഗവുമുണ്ട്. തീവ്രവാദികൾക്ക് സഹായം നൽകുന്ന, ഭീകരരെ സഹായിക്കുന്ന അത്തരം സ്ഥാപനങ്ങളെക്കുറിച്ച്, അത്തരം വ്യക്തികളെക്കുറിച്ചൊക്കെ നേരത്തെ തന്നെ കഴിഞ്ഞ 1-2 പതിറ്റാണ്ടിനപ്പുറം മുതൽ തന്നെ നമ്മൾ വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. നമ്മുടെ രണ്ട് രഹസ്യ അന്വേഷണ ഏജൻസികളുടെയും പക്കൽ അത്തരം വിവരങ്ങളും ഒക്കെ ഉണ്ട്. ഈ 2000 കാലം കേരളത്തിൽ തീവ്രവാദ പ്രവർത്തനങ്ങളൊക്കെ കൂടുതൽ സജീവമാക്കപ്പെടുന്നു. അതിലേക്ക് കൂടുതൽ യുവാക്കൾ ഉൾപ്പെടെ ആകർഷ്ടരാകുന്നു. അതിനെതിരായ ചർച്ചകളൊക്കെ സജീവമായി നടക്കുന്ന കാലവുമാണല്ലോ. കേരളത്തിൽ എവിടെ അയാൾ പഠിച്ചുവെങ്കിൽ അയാൾക്ക് ആര് അഭയം നൽകി, എവിടെ താമസിച്ചു, അങ്ങനെ നിരവധി ചോദ്യങ്ങളുണ്ട്. ഏത് സ്ഥാപനത്തിലാണ് പഠിച്ചത്, അതിന്റെ പിന്നിൽ എന്താണ്, അത്തരം സ്ഥാപനങ്ങൾ ഇപ്പോഴും തുടരുന്നുണ്ടോ, എന്തൊക്കെ വിവരങ്ങൾ പ്രാഥമികമായി കേരള പോലീസിന് ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? രതീഷ്, NIA പുറത്തുവിട്ട അല്ലെങ്കിൽ NIAയിൽ നിന്ന് പുറത്തു വന്ന വിവരങ്ങൾ മാത്രമാണ് കേരള പോലീസിനുമുള്ളത്. സജ്ജാദ് ഗുൽ കേരളത്തിൽ ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിച്ചിരുന്നു എന്നുള്ളൊരു വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അത് വിശദമായി അന്വേഷിക്കാനാണ് ഇപ്പോൾ കേരള പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് കേരള പോലീസിന്റെ ഇന്റലിജൻസ് വിഭാഗം അയാൾ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചു എന്നുള്ള വിവരങ്ങളാണ് തേടുന്നത്. ആ ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ടെത്താൻ വേണ്ടി പല ശ്രമങ്ങൾ പോലീസ് നടത്തുന്നുണ്ട്. അത് എല്ലാ ജില്ലകളിലുമുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ കേന്ദ്രീകരിച്ച അന്വേഷണം 2002 മുൻപ് ഇത്തരം ലാബ് ടെക്നീഷ്യൻ കോഴ്സുമായി ബന്ധപ്പെട്ട് ഇഷ്യൂ ചെയ്ത സർട്ടിഫിക്കറ്റുകളുടെ പേര്
വിവരങ്ങൾ അതൊക്കെയാണ് കേരള പോലീസ് ഇപ്പോൾ തേടുന്നത്. നിലവിൽ NIA ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണം നടത്താൻ ഔദ്യോഗികമായി കേരള പോലീസിനെ ചുമതലപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ഇങ്ങനൊരു വാർത്ത പുറത്തു വന്നപ്പോൾ അത് ആശങ്കപ്പെടുത്തുന്നതാണ്. മാത്രമല്ല അയാൾ കൂടുതൽ ആൾക്കാരെ റിക്രൂട്ട് ചെയ്യാനോ അതല്ലെങ്കിൽ ഇവിടം കേന്ദ്രീകരിച്ച് തീവ്രവാദത്തിന്റെ ഏകോപനം നടത്താനോ സാധ്യതയുണ്ട്. ആ കാലഘട്ടത്തിൽ കേരളത്തിൽ ചില തീവ്രവാദ ബന്ധമുള്ള ആക്ടിവിറ്റീസ് നടന്നുവെന്ന് കേരള പോലീസ് തന്നെ അന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കേരള പോലീസ് ചില അന്വേഷണങ്ങളും നടത്തിയിരുന്നു. അപ്പോൾ അതിലേക്കൊക്കെ ലിങ്ക് ഉണ്ടോ എന്നുള്ളതാണ് ആദ്യം കണ്ടെത്തേണ്ടത്. നിലവിൽ അയാൾക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ക്രൈം ഇവിടെ റെക്കോർഡ് ചെയ്യാത്തതുകൊണ്ട് വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് പോലീസിന്റെ സ്പെഷ്യൽ ടീമിനെയൊക്കെ നിയോഗിച്ചുകൊണ്ടുള്ള അന്വേഷണം നടക്കില്ല. അതുകൊണ്ട് സ്പെഷ്യൽ ബ്രാഞ്ചാണ് ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തുന്നത്. മറ്റൊരു കാര്യം, ഈ സജ്ജാദ് ഗുലിനെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ്. എൻ്റെ കയ്യിലിരിക്കുന്നത് 2021 ഡൽഹി NIA രജിസ്റ്റർ ചെയ്ത FIR ആണ്. ഈ FIR-ൽ സസ്പെക്റ്റഡ് ഒഫൻസ് എന്ന് പറയുന്ന ഭാഗത്ത് അതിൽ ഈ ഒരു FIR-ൽ പ്രതി ചേർത്തിട്ടുള്ളത് സജ്ജാദ് ഗുൽ അടക്കം 3 പേരെയാണ്. അവർ നടത്തിയ ദുരൂഹമായ നീക്കങ്ങൾ സംബന്ധിച്ചുള്ള വിശദാംശങ്ങളാണ് ഈ FIR-ൽ പറയുന്നത്. അപ്പോൾ തന്നെ 2021 NIA-യുടെ ഈ FIR-ൽ അയാൾ ആരാണ് എന്നുള്ള കാര്യം വ്യക്തമാക്കുന്നുണ്ട്. അതായത് സജ്ജാദ് ഗുൽ എന്ന് പറയുന്നയാൾ ശ്രീനഗർ സ്വദേശിയാണ്. അയാൾ ലഷ്കർ-ഇ-തോയ്ബയുടെയും ദ റെസിസ്റ്റൻസ് ഫ്രണ്ടിന്റെയും കമാൻഡറാണ്. അയാൾ ഈ ജമ്മു കാശ്മീർ കേന്ദ്രീകരിച്ചും ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചും വയലന്റ് ആക്ടിവിറ്റീസ് രാജ്യത്തിൽ പല ഭാഗത്തും നടത്താൻ വേണ്ടി ചെറുപ്പക്കാരെ സജ്ജീകരിക്കുന്നു, ചെറുപ്പക്കാരെ റിക്രൂട്ട് ചെയ്യുന്നു, അവരെ ഉത്തേജിപ്പിക്കുന്നു, അവരിൽ വലിയ സ്വാധീനം, തീവ്രവാദ ആശയങ്ങൾ ഉൾപ്പെടെ ചൊരുത്തിക്കൊണ്ട് സ്വാധീനം ചെലുത്തുന്നു എന്ന് ഈ FIR-ൽ പറയുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഹി അലോങ് വിത്ത് ഹിസ് അതർ അസോസിയേറ്റ് കമാൻഡേഴ്സ് ഓഫ് ലഷ്കർ-ഇ-തോയ്ബ നേംലി സലീം റഹ്മാനി, സൈഫുള്ള സാജിദ് ജട്ട് ആൻഡ് അൺനോൺ അതേഴ്സ്. അപ്പോൾ ഒരു അസിസ്റ്റന്റ് കമാൻഡേഴ്സ് അടക്കമുള്ള ഒരു വലിയ വിങ്ങിനെ ഉപയോഗിച്ചുകൊണ്ട് വലിയ തോതിൽ ഇയാൾ തീവ്രവാദ പ്രവർത്തനം 2021 കേന്ദ്രീകരിച്ച് നടത്തിയിട്ടുണ്ട് എന്നാണ് ഈ FIR-ൽ പറയുന്നത്. അതിനൊപ്പം തന്നെ ഇയാൾ പ്രധാനമായും ആ സമയത്ത് നടത്തിയ ആക്ടിവിറ്റി എന്ന് പറയുന്നത് കൂടുതൽ ചെറുപ്പക്കാരെ റിക്രൂട്ട് ചെയ്യുക, അതിനൊപ്പം തന്നെ തീവ്രവാദ ആക്രമണങ്ങൾ നടത്താനുള്ള സ്ഥലങ്ങൾ ലൊക്കേറ്റ് ചെയ്യുക, അവർക്ക് വേണ്ടിയുള്ള ആയുധങ്ങൾ അതിന്റെ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾക്ക് വേണ്ടി ഗ്രൗണ്ട് വർക്കേഴ്സിനെ റിക്രൂട്ട് ചെയ്യാനാണ് അയാൾ ശ്രമിച്ചത് എന്നുള്ളതാണ്. വളരെ പ്രധാനിയായിരുന്നു, TRF-ന്റെ വളരെ പ്രധാനിയായിരുന്നു, ലഷ്കറിന്റെ വളരെ പ്രധാനപ്പെട്ട തീവ്രവാദ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന ആളായിരുന്നു. പാകിസ്ഥാനിലേക്ക് മടങ്ങിപ്പോയ ഗുലിനെ ISI നേരിട്ടാണ് ഈ TRF-ന്റെ തലവനായി നിയമിച്ചതെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ലഷ്കർ-ഇ-തോയ്ബയ്ക്ക് അത്രയും പ്രിയപ്പെട്ട വ്യക്തിയാണ്. പുൽവാമ ആക്രമണത്തിന് ശേഷം ലോകസമൂഹത്തിന് മുന്നിൽ പാകിസ്ഥാൻ വീണ്ടും ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന ഇമേജ് മോശമായതിന് പിന്നാലെയാണ് ISI പുതിയ ചില സംഘടനകൾക്ക് രൂപം കൊടുക്കാനുള്ള തീരുമാനം. അങ്ങനെ പിറവികൊണ്ട സംഘടനകൾ ഒന്നാണ് TRF എന്നതാണ് ദേശീയ അന്വേഷണ ഏജൻസി ഉൾപ്പെടെ പങ്കുവയ്ക്കുന്ന പുറത്തുവരുന്ന വിവരങ്ങളിലൊക്കെ ഉള്ളത്. TRF കശ്മീരികളല്ലാത്ത ആളുകൾക്ക് നേരെ നിരവധി ആക്രമണങ്ങൾ 2020-24 കാലത്ത് കശ്മീർ മേഖലയിൽ നടത്തിയിട്ടുണ്ട്. അതിനൊക്കെ ചുക്കാൻ പിടിച്ചത് ഇയാളാണ്. അതിന് നേതൃത്വം നൽകിയ ഭീകരവാദികളിൽ ഒരാൾ ഇയാളാണ് എന്ന വിവരമുണ്ട്. 2002 ഇയാളെ ഡൽഹിയിലെ നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് RDX കൈവശം വച്ചതിന് പിടികൂടിയിരുന്നു, ജയിലിലായിരുന്നു. അതിന്റെ തുടർച്ചയായാണ് പിന്നീട് പുറത്തിറങ്ങിയതിന് ശേഷമാണ് ആര്യ പറഞ്ഞതുപോലെ പാകിസ്ഥാനിലെ ട്രെയിനിങ് ഉൾപ്പെടെ ഇയാൾക്ക് ലഭിക്കുന്നത് എന്നതുൾപ്പെടെയുള്ള വിവരങ്ങളാണ് ഇപ്പോൾ നമ്മുടെ പൊതു പ്ലാറ്റ്ഫോമുകളിൽ ഉള്ളത്. അതിന് പിന്നാലെയാണ് അനന്തന്റെ കയ്യിലിരിക്കുന്ന FIR ഉൾപ്പെടെ നേരത്തെ വായിച്ചത്. ആ കേസ് എന്താണ്? ഈ NIA രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസിന്റെ ഉള്ളടക്കം എന്താണ്? കേരള കണക്ഷനെ കുറിച്ചൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായും കേരളത്തിൽ മറ്റു വേരുകളും ബന്ധങ്ങളും ഉണ്ടോ എന്നതൊക്കെ ഗൗരവമായി ചർച്ച ചെയ്യപ്പെടുമല്ലോ. തീർച്ചയായിട്ടും ഇത് NIA 2021 രജിസ്റ്റർ ചെയ്ത കേസാണ്. അതിൽ IPC 120B ഗൂഢാലോചനയുണ്ട്, 121A ആൻഡ് 122. അതിനൊപ്പം തന്നെ UAPA ചുമത്തിയിട്ടുണ്ട്. 13, 17, 18, 18B, 38 ആൻഡ് 39 വകുപ്പുകളാണ് UAPAയുമായി ബന്ധപ്പെട്ട് ചുമത്തിയിരിക്കുന്നത്. ഇതിൽ ഈ FIR-ൽ ഈ 3 പേർ, ഈ സജ്ജാദ് ഗുല്ലും അയാളുടെ സഹ കമാൻഡർമാരും ആയിട്ടുള്ള 3 പേരും അവരുടെ കൂട്ടാളികളും ചെയ്തിട്ടുള്ള ഒഫൻസ്, അവർ ചെയ്യാൻ സാധ്യതയുള്ള ഒഫൻസിനെ കുറിച്ചാണ് വിവരിക്കുന്നത്. അതിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ റിക്രൂട്ട്മെന്റ് മാത്രമല്ല, ഇത് കൂടാതെ സമൂഹ മാധ്യമങ്ങളിൽ യൂട്യൂബ്, ടെലഗ്രാം, അതുപോലെ തന്നെ ഫേസ്ബുക്ക്, മെസ്സഞ്ചർ അടക്കമുള്ള മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ജിഹാദി ആശയങ്ങൾ പടർത്താൻ വേണ്ടി അല്ലെങ്കിൽ പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്ന് FIR-ൽ പറയുന്നുണ്ട്. ഇത് കൂടാതെ മറ്റൊരു ഗുരുതരമായ ആരോപണം കൂടി FIR-ലുണ്ട്. നമ്മുടെ അയൽ രാജ്യങ്ങളിൽ നിന്ന് വൻതോതിൽ ഇന്ത്യയിൽ തീവ്രവാദ പ്രവർത്തനത്തിന് വേണ്ടി സജ്ജാദ് ഗുലിന്റെ നേതൃത്വത്തിൽ ഫണ്ടുകൾ, പണം കടത്തിക്കൊണ്ട് വന്നു. അതും ഹവാലയും അതുപോലെ തന്നെ മറ്റ് അതർ ചാനൽസ് ഉപയോഗിച്ചുകൊണ്ട് വലിയ തോതിൽ പണം ഇന്ത്യയിലേക്ക് കടത്തി എന്നുള്ള വിവരവും ഈ FIR-ലുണ്ട്. അപ്പോൾ 2021 തന്നെ ഈ സജ്ജാദ് ഗുലിനെ പറ്റി
NIAക്ക് വിശദമായ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അയാൾക്കെതിരെ ഒരു കേസ് FIR അടക്കം രജിസ്റ്റർ ചെയ്തുകൊണ്ട് NIA അന്വേഷണം ആരംഭിച്ചിരുന്നു എന്നുള്ള കാര്യം വ്യക്തമാണ്. മാത്രമല്ല ലഷ്കർ-e തോയ്ബയ്ക്കൊപ്പം റെസിസ്റ്റൻസ് ഫ്രണ്ടിന്റെ കമാൻഡറായിരുന്നു അയാൾ. കശ്മീർ കേന്ദ്രീകരിച്ച് അയാൾ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളും കൃത്യമായി NIAക്ക് ഉണ്ടായിരുന്നു. എന്നാൽ 2021 ഒക്കെ ഇയാളെ കണ്ടെത്താനോ കസ്റ്റഡിയിലെടുക്കാനോ കഴിഞ്ഞിട്ടില്ലെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും NIAക്ക് ഇയാളെ സംബന്ധിച്ച് കേരളത്തിൽ മാത്രമല്ലല്ലോ, ഇപ്പോൾ കർണാടകയിലും കർണാടക ലിങ്ക് കൂടി, ഗുലിന്റെ കർണാടക ലിങ്ക് കൂടി നമുക്ക് ലഭ്യമാകുന്നുണ്ട്. ബംഗളൂരുവിൽ പഠിച്ചിരുന്നു, ബംഗളൂരുവിൽ MBA പഠിച്ചിരുന്നു. അപ്പോൾ ഒരുപക്ഷെ ലാബ് ടെക്നീഷ്യൻ കോഴ്സിന്റെ വിവരങ്ങൾ ശേഖരിക്കുന്നതിൽ എളുപ്പമായിരിക്കും ഈ കർണാടകയിലെ MBA കോഴ്സിന്റെ വിവരങ്ങൾ, ആ സർട്ടിഫിക്കറ്റുകൾ എടുക്കുക. ആ രീതിയിൽ അന്വേഷണം നടക്കുന്നുണ്ടോ? ആ ഭാഗത്തുനിന്ന് കൂടി വിവരങ്ങൾ ശേഖരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ അനന്തൻ? അത് സ്വാഭാവികമാണ്. കാരണം കേരള പോലീസിന് ഇപ്പോൾ അത് വലിയ ഒരു ഗൗരവത്തിൽ തന്നെ എടുത്തിട്ടുണ്ട്. വിശദമായ അന്വേഷണം നടക്കുന്നുണ്ട് എന്നാണ് ഉന്നത ഉദ്യോഗസ്ഥർ പറയുന്നത്. കാരണം ഇയാൾ 2002 മുൻപ്, അതായത് 90കളുടെ അവസാനവും 2000 എന്ന് പറയുന്ന കാലഘട്ടത്തിന്റെ തുടക്കത്തിലുമാകണം കേരളത്തിലും കർണാടകയിലും ഉണ്ടായിരുന്നത്. അതായത് ഇയാൾ ഒരു തീവ്രവാദ സംഘടനകളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ തീവ്രവാദ ആശയങ്ങളിലേക്ക് ചുവടുവെച്ച കാലത്ത് തന്നെ ഈ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്നു, നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ വളരെ ആശങ്കയോടെയാണ് പോലീസ് അതിനെ കാണുന്നത്. മാത്രമല്ല അതിനുശേഷം ഇയാൾ വടക്കേന്ത്യയിലേക്ക് പോവുകയും ശ്രീനഗർ കേന്ദ്രീകരിച്ച് ഇയാൾ ലഷ്കർ-e തോയ്ബയുടെ കമാൻഡറായി മാറുകയും ചെയ്ത ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് അയാൾ ഒരു കൊടും ഭീകരനാണ്. അങ്ങനെ ഒരാളുടെ തുടക്ക കാലഘട്ടം തീവ്രവാദ പ്രവർത്തനങ്ങളുടെ പ്രാരംഭ ദശയിൽ അയാൾ കേരളത്തിലുണ്ടായിരുന്നു എന്നുള്ളത് ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. അപ്പോൾ അയാൾ എന്തൊക്കെ ഇവിടെ ചെയ്തു എന്നുള്ള കാര്യം, എന്തിനാണ് കേരളത്തിൽ വന്നൊരു ലാബ് ടെക്നീഷ്യൻ കോഴ്സിന് അയാൾ ചേർന്നത്? അപ്പോൾ എന്തുകൊണ്ട് കേരളത്തിൽ വന്നു, മാത്രമല്ല എന്തുകൊണ്ട് കേരളം തെരഞ്ഞെടുത്തു എന്നുള്ള കാര്യം കൂടി പരിശോധിക്കപ്പെടേണ്ടതാണ്.